നിലവറയില് നിലവിളക്ക് കൊളുത്താൻ പറഞ്ഞയക്കുന്നത്? അമ്മയുടെ കാര്യോ? ആരാ അമ്മയുടെ മനസ്സിലുള്ളതെന്ന് മുൻകൂട്ടി നിശ്ചയിക്കാൻ വയ്യ. മോളെ, വിളക്ക് വെക്കാൻ ഒരാൾ മാത്രം നിലവറയിലേക്ക് പോയാ പോരാ. വിളക്ക് കൊളുത്തുന്ന ആക്കൊരു തുണ വേണം. അമ്മ എന്താ അർത്ഥാക്കുന്ന? മനസ്സിലായില്ലേ? നിലവറയിലേക്ക് ഒരാൾ ഒറ്റയ്ക്ക് പോയാൽ പോരെന്ന് ഒരു സഹായം കൂടി വേണം. അല്ലെങ്കിൽ അത് ആപത്താ. അമ്മയുടെ മനസ്സിലെന്താ? ഇവരിൽ ആരെയാ അമ്മ വിളക്ക് കൊളുത്താൻ അയക്കുന്നത്? ഏയ്, ഈ മൈഥിലി അമ്മ ഒരിക്കലും അയക്കില്ല. മീനാക്ഷിയാണല്ലോ ഇപ്പൊ തറവാടിന്റെ അനന്തരാവകാശി. മീനാക്ഷിയെ തന്നെ ആയിരിക്കും. ആരെ അമ്മ നിലവറയിലെ നിലവിളക്ക് കൊളുത്താൻ അമ്മ നിശ്ചയിച്ചിരിക്കുന്നത്? വിളക്ക് കൊളുത്തുന്നത് മീനാക്ഷി തന്നെ, അല്ലാതാരാ? ഇരുട്ട് മാത്രം ഉള്ളിടത്ത് വെളിച്ചവുമായിട്ടാ മീനാക്ഷി പോകുന്നത്. അപ്പോ വെളിച്ചത്തിന്റെ കൂടെ എന്തായാലും ഇരുട്ട് പിന്നാലെ ഉണ്ടാവണമല്ലോ. മീനാക്ഷിയുടെ കൂടെ മൈഥിലിയും പോട്ടെ. ഇവരെന്നെ നെഗറ്റീവ് ആക്കിയെങ്കിലും ഇവളുടെ കൂടെ പോകാൻ അനുവദിച്ചല്ല. എനിക്ക് അത്രയും മതി. ലോട്ടറി അടിച്ചു. വാള് കണ്ടെത്തണം. നിലവറയുടെ താക്കോൽ എവിടെയാണ് വെക്കുന്നതെന്നും അറിയണം. എന്താ അമ്മ ഇത്? അമ്മയ്ക്ക് എന്ത് പറ്റി? തറവാടിന്റെ നിലവറയിലേക്ക് ഇവളെ കൂടെ പറഞ്ഞയക്കണം എന്നാണോ? അമ്മ, ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന നിലവറയുടെ പടിക്കെട്ടുകൾ ഇറങ്ങണമെങ്കിൽ അത് മനസ്സിനും ശരീരത്തിനും വിശുദ്ധിയുള്ളവര് വേണം. ഇവൾക്കതുണ്ടെന്നാണോ അമ്മ കരുതുന്നത്? ഇവള് തുണിയായിട്ട് വന്നോട്ടെന്ന് ഞാൻ കരുതിയത് മറ്റൊരു കാര്യം കൊണ്ട്. അതെന്താണെന്ന് വിശദമായിട്ട് നിന്നോട് മാത്രമായിട്ട് ഞാൻ പറയാം. ഞാൻ നിലവറയിലേക്ക് പോയാൽ എന്താ ഒരു കുഴപ്പം? നീ തന്നെ ഒരു കുഴപ്പോ? നിന്നെ അങ്ങോട്ടേക്ക് അയക്കാനൊന്നും പറ്റില്ല. ദൈവം വിളങ്ങുന്നിടത്ത് ചെകുത്താന് പ്രവേശനം ഇല്ല. എന്നാ പിന്നെ മീനാക്ഷി നന്ദിനിയും കൂടി പോ. മുത്തശ്ശി, എനിക്കിനി ചില ദിവസങ്ങളിലേക്ക് ഇത്തരം കാര്യങ്ങൾക്കൊന്നും വരാൻ പറ്റില്ല. ആ സങ്കടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതെനിക്കിഷ്ടമായി. ഇതൊക്കെയാണ് ദൈവത്തിന്റെ പണി. ഇനി എന്ത് ചെയ്യും? മുത്തശ്ശി എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നേ? ആ നിലവറയുടെ താക്കോലിങ് എടുത്തുക. ഞാൻ ഒറ്റയ്ക്ക് പോയി വിളക്ക് കൊളുത്തിട്ട് വരാം. പിന്നെ അവളൊരു വിളക്ക് വെപ്പുകാരി എന്ന് വെച്ചാ നീ കുറൂരമ്മയുടെ നേരെ ഇളയ അനിയത്തിയല്ലേ? കള്ളന് കഞ്ഞി വെച്ചവളുടെ കയ്യില് താക്കോൽ ഏൽപ്പിക്കണമെന്ന്. കളിയാക്കണ്ട. എന്നെ പോലെ ദൈവവിശ്വാസമുള്ളവര് മറ്റാരും ഇവിടെ ഇല്ല, ഈ മുത്തശ്ശി അല്ലാതെ. ഞാൻ നിലവറയിൽ വിളക്ക് വയ്ക്കാം മുത്തശ്ശി. നിനക്ക് നിലവറയിലെ വിളക്ക് വയ്ക്കാനുള്ള അർഹതയൊന്നുമില്ല. വേണമെങ്കിൽ അകമ്പടി പോവാ, അത്രേ ഉള്ളൂ. നിലവറയിൽ വിളക്ക് കൊളുത്തുന്നവർ സീമന്തിനികളായിരിക്കണം, ഭർത്തൃമതി. ഞാൻ ഇപ്പോഴും ഈ സീമന്ത രേഖയിൽ സിന്ദൂരം തൊടുന്നുണ്ടല്ലോ. ചിലപ്പോഴൊക്കെ ഒന്ന് മറന്നുപോവും. എന്നാലും ഞാൻ ഭർത്തൃമതിയാ. എന്റെ ഭർത്താവ് കാർത്തി ജീവനോടെ ഉണ്ട്. നാവനക്കരുത് നീ. നിന്റെ നാവറുത്ത് മാറ്റി ഞാൻ. കാർത്തി അവളുടെ ഭർത്താവാണത്രേ. നീ കാർത്തിയുടെ ഭാര്യ ചമഞ്ഞ് നടക്കൊന്നും വേണ്ട. കാർത്തി മീനാക്ഷിയുടെ ഭർത്താവാ, മനസ്സിലായോടി? നടു ഒടിഞ്ഞ നായയുടെ കൊര പോലെ അവള് കൊരച്ചോട്ടമ്മേ. അങ്ങനെങ്കിലും അവൾ ഒരു മനോരാജ്യത്തിലെ മുഴുകട്ട. നിങ്ങൾക്ക് എന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? റെക്കോർഡിക്കലായിട്ട് ഞാൻ ഇപ്പോഴും കാർത്തിയുടെ ഭാര്യ. ആ കസേര ഞാൻ ഒഴിയണോ വേണ്ടോ എന്ന് പോയി ഘടകകക്ഷികളുമായിട്ട് ആലോചിക്കും. മുത്തശ്ശി, നേരെ സന്ധ്യ ആവാൻ പോവാ. നിലവറയിൽ ആര് വിളക്ക് വെക്കണമെന്നതിനെ കുറിച്ച് മുത്തശ്ശി ഒരു തീരുമാനം എടുക്കും.
മോളെ ദേവി, അയ്യോ എന്റെ ഭഗവാനെ, എന്താ പറ്റിയത്? ഭഗവാനെ, അയ്യോ എന്റെ ദൈവമേ, എന്താ എന്തു പറ്റി? എന്താ ഒന്നും മിണ്ടാത്തത്? ബേക്കിനാവ് കണ്ടതായിരിക്കാം. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ സന്ധ്യ നേരത്തെ ഇങ്ങനെ കിടന്ന് ഉറങ്ങരുതെന്ന്. പേക്കിനാവല്ലേ, ഒരു സ്വപ്ന ദർശനമാ കണ്ടത്. സ്വപ്ന ദർശനോ? അതെ, ചെമ്പകമംഗലത്ത് ഇന്ന് രാത്രി ഒരു മരണമുണ്ടാകുമെന്ന് എനിക്ക് സ്വപ്ന ദർശനം. എനിക്ക് സ്വപ്ന ദർശനമുണ്ടായാൽ അത് ഉറപ്പായും നടക്കുമെന്ന് ശ്രീദേവിക്ക് അറിയാമല്ലോ. അറിയാം. ഇപ്പൊ എന്താ ഇങ്ങനൊരു തോന്നൽ തോന്നാൻ? ആ തോന്നലിന് ഒരു കാരണമുണ്ട് ശ്രീദേവി. ശാപം കിട്ടി അലയുന്ന ഒരു കരിനാഗമുണ്ട് ചെമ്പകമംഗലത്തെ നിലവറയിൽ. ചെറിയ ശാപമൊന്നുമല്ല ആ നാഗത്തിന് കിട്ടിയിരിക്കുന്നത്. സാക്ഷാൽ ഭഗവാന്റെ ശാപമാണ്. പക്ഷേ ആ കരിനാഗം യുഗാന്തരങ്ങളിലൂടെ ഏത് വേഷവും പ്രാപിക്കാൻ കഴിവുള്ള ഉഗ്രമൂർത്തിയായി മാറിക്കഴിഞ്ഞു. പരകായ പ്രവേശത്തിനുള്ള സാധ്യതയാ കൂടുതൽ തെളിയുന്നത്. കാര്യങ്ങൾ വിവരണാതീതമാണ്. ഇന്ന് ഈ മകരജ്യോതി ദിവസം നിലവറയിൽ വിളക്ക് കൊളുത്താൻ ചെല്ലുന്ന ആളെ പ്രതികാരദാഗത്തോടെ നോക്കി നിൽക്കുകയാണ് ആ കരിനാഗം. അത് തടയാനായിട്ട് അങ്ങേക്കൊന്നും ചെയ്യാൻ കഴിയില്ലേ? ഞാൻ അശക്തനാണ്. ഞാൻ വെറും ദുർബലൻ. ഭഗവാൻ നേരിട്ടിടപെട്ടാലേ രക്ഷയുള്ളൂ. വിളക്ക് വയ്ക്കാൻ പോകുന്നത് ആരെന്നറിയില്ല. ആരായാലും ഒരു ദുർവിധി അവരെ കാത്തിരിക്കുകയാണ്. ഞാൻ തന്നെ വിളക്ക് വയ്ക്കും. എന്താ അതില് പ്രശ്നം? കാർത്തിയുടെ ഭാര്യ പദവി ഞാൻ ഒഴിയാത്തിടത്തോളം കാലം ഞാനും ചെമ്പകമംഗലത്തെ മരുമകള് തന്നെയാ. ഏറ്റവും ചെറിയ മരുമകള്. കാർത്തിയാര കല്യാണ വീരനോ? അവന് 2 ഭാര്യമാര്. ഇവളങ്ങ് വെട്ടി വെട്ടി കേറുവാണല്ലോ. ഈശ്വര, ഇന്നിവിടെ അടി നടക്കോ? മീനാക്ഷി വിളക്ക് വെക്കാൻ പോവുമായിരുന്നെങ്കിൽ ഞാൻ ഇത്രയ്ക്ക് എതിർക്കില്ലായിരുന്നു. ഇതിനിപ്പോ അവകാശം ഞാൻ തന്നെയാ. ഞാൻ തന്നെ വിളക്ക് വെക്കും. ഈ തറവാട്ടിലെ വിളക്കുകളെല്ലാം കെടുത്തി ഇവിടെ എല്ലാം ഇരുട്ടാക്കിയത് നീ ഒറ്റ ഒരുത്തിയാ. നീ ഈ വീടിന്റെ ഐശ്വര്യവും വിശുദ്ധിയും നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് അവളിൽ നിന്ന് അഹങ്കാരത്തോടെ പറയുന്നു നിലവറയിൽ വിളക്ക് കൊളുത്തണമെന്ന്. എന്തായാലും ഈ മകരവിളക്കിന് ഇവള് നിലവറയിൽ ദീപം തെളിയിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. തറവാട്ടിലെ ഏതെങ്കിലും സീമന്തിനി വിളക്ക് വെക്കണ്ടേ? അതിന് നീ സീമന്തിനിയാണോ? സ്ത്രീവർഗത്തിന് തന്നെ അപമാനമായ നീ ഇനി ഒരക്ഷരം മിണ്ടരുത്. ഒരു കാര്യം ചെയ്യും മുത്തശ്ശി, നിലവറയിലേക്ക് പോവാൻ 2 പേര് വേണം. ഒരാള് ദീപം തെളിയിക്കാൻ, മറ്റേയാള് അകമ്പടി. അതെ, 2 പേര് വേണം. എന്നാ മുത്തശ്ശി പോ, അകമ്പടിയായിട്ട് അമ്മ വരട്ടെ. അതിനെന്താ കുഴപ്പം? 2 പേർക്കും ഭർത്താക്കന്മാരുള്ളതല്ലേ? അതെ, അത് ശരിയാണല്ലോ. ഞാനും അത് ആലോചിച്ചതാ മോളെ. പക്ഷെ എനിക്ക് പോവാൻ പറ്റില്ല. മുട്ടുവേദന കാരണം നിലവറയുടെ പടിക്കെട്ടിറങ്ങാൻ വലിയ പ്രയാസമാ. എന്ത് ചെയ്യാൻ പറ്റും? സാവിത്രി ആണെങ്കിൽ സ്ഥലത്തില്ല, അല്ലെങ്കിൽ അവളെ വിടായിരുന്നു. എല്ലാത്തിനും ന്യായമായിട്ട് ഒരു പ്രതിവിധി നിൽക്കുമ്പോ അമ്മ എന്തിനാ വിഷമിക്കുന്നത്? കനക ഇവിടെ നിൽക്കുമ്പോ കാക്കപ്പന് തെടുപ്പോന്ന് എന്തിനാ? ആരാ കനകം? ഈ ഞാൻ. ഓ, നിങ്ങളുടെ പേര് കനകമ്മേന്നായിരുന്നു. ഇത് ഞാൻ ഇപ്പോഴാ അറിയുന്നത്. ദേ, എന്റെ പേര് കനകമെന്നും പൊന്നമെന്നൊന്നും അല്ല, മാലയും തന്നെയാ. അമ്മേ, വിളക്ക് നിലവറയിൽ കൊളുത്താൻ അമ്മ ഇത്രയ്ക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല. വിളക്ക് കൊളുത്താൻ ഞാനില്ല ഇവിടെ.
കൊച്ചുണ്ണിക്ക് പകരം ഇത്തിക്കര പക്കി. എന്താ ആരും ഒന്നും മിണ്ടാത്തേ? ഞാൻ പോവാം. ആ വാളടിച്ചു മാറ്റാൻ എനിക്കൊരു അവസരം തരണേ ധർമ്മശാസ്താവേ. അയ്യോ ഹരിഹരസുതൻ അയ്യപ്പ സ്വാമിയേ. അതെ, മാലതി പറഞ്ഞതനുസരിച്ച് നമുക്കൊരു തീരുമാനത്തിലെത്തണം. ആ തീരുമാനത്തിലെത്തണം. ആ എത്തിയല്ലേ പറ്റൂ. സഹായിക്കാന്ന് ഞാനും പറഞ്ഞല്ലോ. എന്റെ തറവാട്ടിലൊരു പ്രശ്നം വന്നാ ഞാൻ സഹായിക്കും. ഹാ. ദൈവമേ, ഈ മുത്തശ്ശീനി ഇവരെ എങ്ങാൻ ചുമതലപ്പെടുത്തൂ എങ്കിൽ ഇവരും ഞാനും തമ്മിലാവുമല്ലോ അടി. ഞാൻ ഉറപ്പിച്ചു, അതങ്ങനെ മതി. ആ അതങ്ങനെ മതി. വിളക്ക് വെക്കാൻ നന്ദിനി പോവട്ടെ. അകമ്പടിക്കായിട്ട് ആ മൈഥിലി പോയാ മതി. മൈഥിലിയോ? ഞാൻ ഇരുട്ടാണെന്ന് ഇവർ പറഞ്ഞു. ഇന്നു മുതൽ ചെമ്പകമംഗലം നിറയെ ഇരുട്ടായിരിക്കും. എന്താ അവിടുന്ന് ഒന്നും പറയാത്തെ? ഞാൻ എന്തു പറയാനാ ശ്രീദേവി, വല്ലാത്തൊരു സംഭ്രമം. എന്താണെന്ന് വെച്ചാ മരണം സുനിശ്ചിതം തന്നെ, മാറ്റമില്ല. കൽപ്പിക്കപ്പെട്ട വിധികൾ തിരുത്താൻ ആരെ കൊണ്ടുമാവില്ല. അതെല്ലാം ദൈവത്തിന്റെ തീരുമാനങ്ങളല്ലേ. പിന്നെ സുപ്രീം കോടതിയിലായാലും ഒരു അപ്പീൽ കൊടുത്താൽ ലേശം ഇളവ് കിട്ടിയെന്ന് വരില്ലേ? അതുപോലെ ഒരു ഇളവിന് വേണ്ടി അപേക്ഷിച്ചു നോക്കാം. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പ്രത്യേകിച്ച് ചെമ്പകമംഗലക്കാർ നമുക്ക് വേണ്ടപ്പെട്ടവരല്ലേ. ഉപകാരം ചെയ്യുന്നതിൽ ഞാൻ വലിപ്പച്ചെറുപ്പം നോക്കാറില്ലല്ലോ ശ്രീദേവി. എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്യാം. ഒരാൾക്ക് ഒറ്റയ്ക്കല്ലാതെ എല്ലാവർക്കും കൂടി അവിടുത്തെ നിലവറയിൽ പ്രവേശിച്ചുകൂടെ? പാടില്ല. വിളക്ക് വെക്കുന്ന ആളും കൂടെ പോകുന്ന ആളുമല്ലാതെ മറ്റാർക്കും കാഴ്ചവട്ടത്തിൽ പോലും അവിടെ പ്രവേശനമില്ല. അതാ ചെമ്പകമംഗലത്തെ നിലവറ. അത് ചെറിയൊരു മായാ പ്രപഞ്ചമാണ്. എന്തായാലും പൂജാമുറി ഒരുക്കിക്കൊള്ളൂ. ഭഗവാനെ, കാനനവാസ, ശ്രീധർമ്മശാസ്താവേ, കാത്തോളനെ. എൻ്റെ ദേവി ഒരുങ്ങുക. ദേവി എന്തിനു ഒരുങ്ങണം? ഒരുങ്ങാതിരുന്നാലാണ് എൻ്റെ പ്രിയപ്പെട്ടവള് വളരെ സുന്ദരി. എന്താ ചേട്ടാ ഇത്? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാലോ? അറിയാം, മകരവിളക്ക്. അങ്ങ് പൊന്നമ്പലമേട്ടിലെ തത്വമസിയുടെ വിശ്വജ്യോതി തെളിയുന്ന ദിവസം. എന്നിട്ടാണോ കെട്ടിപ്പിടിക്കാൻ വരുന്നത്? ആ കെട്ടിപ്പിടുത്തവും മകരവിളക്കും തമ്മിൽ എന്താ ബന്ധം? വേണ്ടാട്ടോ. സ്നേഹനിധിയായൊരു ഭർത്താവ് ഒരു ദിവസം കുറഞ്ഞത് ഒരു 100 പ്രാവശ്യമെങ്കിലും ഭാര്യയെ കെട്ടിപ്പിടിക്കണമെന്ന തത്വത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നാലേ ഇന്ന് ആ തത്വം ഒന്ന് മാറ്റിപ്പിടിക്കേ. ഭക്തിമുഖത്ത് ചില ഭാര്യമാരുണ്ടല്ലോ, ഭർത്താക്കന്മാരെ തീ തീറ്റിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ചില ഇടപാടുകളുണ്ട്. ഏകാദശി, പ്രദോഷം, ഷഷ്ടി, തിങ്കളാഴ്ച വ്രതം, തേങ്ങാ പിണ്ണാക്ക്, ഓരോരോ ഉടായ്പകളെ. ഉടായ്പകളൊന്നുമല്ല, ഓരോന്നിനും ഓരോരോ ലക്ഷ്യങ്ങളുണ്ട്. ഇന്ന് മകരവിളക്കാണ്. ഇന്നാണ് ഏറ്റവും കൂടുതൽ ശുദ്ധം പാലിക്കേണ്ടത്. ശുദ്ധം പാലിച്ചില്ലെങ്കിലേ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവുക. എന്ന് ആര് പറഞ്ഞു? ഇതൊന്നും ഞാൻ പറയുന്നതല്ല, അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളതാ. ബെസ്റ്റ്. ഭക്തിയുടെ മൊത്ത വ്യാപാരിയാ ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മ എന്ന എൻ്റെ അമ്മ. അതെ, അമ്മയെ കളിയാക്കണ്ട കേട്ടോ. ഈ ഇടയായിട്ട് ചേട്ടന് ഒരു ഈശ്വരവിശ്വാസവും ഇല്ല. എനിക്ക് അത്യാവശ്യം ഈശ്വരവിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ ഭക്തി മൂത്തുണ്ടാകുന്ന ഭ്രാന്തില്ല, അത്രേ ഉള്ളൂ. ഇങ്ങോട്ട് അടുത്ത് വന്നേ. ഓ, ഇപ്പൊ അടുത്ത് വരാവോ? അടുത്തൊക്കെ വരാം. കെട്ടിപ്പിടിക്കാനും തോണ്ടാനും ഒന്നും പറ്റില്ല, അത്രേ ഉള്ളൂ. ജയരാമാനന്ദ സന്യാസ തിരുവടികൾ വന്നിരിക്കുന്നു. തിരുവടികൾ നേരെ നിന്നു.
ഇത് ധർമ്മശാസ്താവിന്റെ ഭസ്മ. ഇത് തൊട്ടാൽ തിരുവടികൾക്കെന്നല്ല ആർക്കും ഒരു അപകടവും വരില്ല. ഭഗവാനെ, എന്റെ സഹധർമ്മിണിയെ കാത്തോളണേ. ഇവിടെ ഷാജഹാനും മുംതാസും പ്രണയലഹരിയിലാണോ? ഇവർക്ക് പ്രായമായില്ലേ? ആ, ഓൾഡ് ഈസ് ഗോൾഡ്. അതെ, എനിക്കങ്ങോട്ട് വരാവോ? അതെ, നീ ഇങ്ങോട്ടേക്ക് വരണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം. നീ എന്താ മീനാക്ഷി ഇങ്ങനെ അകന്നു മാറി നിൽക്കുന്നേ? എന്താ ഒരു സങ്കടം? ഏയ്, ഒന്നുമില്ല. കാർത്തി, മീനാക്ഷി, നീ ഇവിടെ നിൽക്കുവാണോ? ദേ നിലവറയിലെ മകരദീപം കൊളുത്താൻ പോവാ. ഞാൻ പ്രാർത്ഥനയോടെ നിൽക്കാ ചെറിയമ്മേ. ആ, ഭഗവാന് പ്രസാദാ, ഇതാ തൊട്ടോളൂ. ആ, കാർത്തേട്ടന് തൊട്ടു കൊടുത്തോ ചെറിയമ്മേ. എനിക്കിപ്പോ ഭസ്മം തൊടാൻ പറ്റില്ല, എനിക്ക് വേണ്ട. ആ, ദേ മോനെ ഭസ്മം. ഈ നിലവറയിലാണടി നിന്റെ ദുർമരണം. നിന്നെ കൊന്ന് ഇവിടെ ഇട്ടിട്ട് വാളുമായിട്ട് ഞാൻ കടക്കും. ഭഗവാനെ, ഈശ്വര, കാത്തോളണേ. അരുതേ, പരീക്ഷണം അരുതേ. മഹാദേവ, കാത്തോളണേ.
നിലവറ വിളക്ക് എവിടെയാ? അത് കാണുന്നില്ലല്ലോ. നിലവറ വിളക്ക് എവിടെയായാലും എനിക്കൊന്നുമില്ല. എനിക്ക് വേണ്ടത് ആ ഉടവാള. അത് കിട്ടിയാലേ ഇവളെയും കൊന്നിട്ട് ഞാനങ്ങ് സ്ഥലം വിടും. മൈഥിലി, ദേ അവിടെയാ നിലവറ വിളക്ക്. ഈശ്വരാ,